നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/6/2026, അവസാനിക്കുന്നത് 6/7/2026. വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റ് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് MMG S2 പോസ്റ്റാണ്. മിനിമം 25 മുതൽ മാക്സിമം 30 വയസ്സ് വരെ 4 വേക്കൻസികളുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ്. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓർ CA ഓർ CMA ഓർ CS ഓർ CFA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ്. 38 വേക്കൻസികളുണ്ട്. 28 മുതൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ക്വാളിഫിക്കേഷൻ മുകളിലത്തെ പോസ്റ്റിന്റെ സെയിം തന്നെയാണ്. ചീഫ് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് 1 വേക്കൻസിയാണ് ഉള്ളത്. 32 വയസ്സ് മുതൽ 42 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. മിനിമം 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. സീനിയർ മാനേജർ C&IC റിലേഷൻഷിപ്പ് 36 വേക്കൻസി. 28 മുതൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ചീഫ് മാനേജർ C&IC റിലേഷൻഷിപ്പ് 7 വേക്കൻസി. 32 വയസ്സ് മുതൽ 42 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എല്ലാ പോസ്റ്റിനും ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് വരുന്നത്. മൊത്തം 86 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SC ST OBC PWD എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിന് എല്ലാം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഫീസ് വരുന്നത് 850 രൂപയാണ്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന്. SC ST PWD എക്സ് സർവീസ്മെൻ വുമൺ കാൻഡിഡേറ്റ്സിനെല്ലാം 175 രൂപയാണ് ഫീസ് വരുന്നത്. സാലറി സ്കെയില് S2 പോസ്റ്റിലേക്ക് 93,960 ആണ് വരുന്നത്. S3 പോസ്റ്റിലേക്ക് 1,05,280 ആണ് വരുന്നത്. S4 പോസ്റ്റിലേക്ക് 1,20,940 രൂപയാണ് വരുന്നത്. 1 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ നോളജ് 150 ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. 225 മാർക്കിനാണ് എക്സാം. 150 മിനിറ്റ് ആണ് എക്സാം നടക്കുന്നത്. കേരളത്തിൽ സെന്റർ വരുന്നത് എറണാകുളത്താണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.